നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിരേസ്. ഇന്ന് തില്ലാനയുടെ മൂന്നാം ഭാഗം, രണ്ട് കോർവയും നമ്മൾ രണ്ട് സെറ്റ് അടവിൻ്റെ രണ്ട് ഭാഗങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായി ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല, അടുത്ത ഈ പല്ലവി തന്നെ ഒരു സെറ്റ് കൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോർഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സന്തോഷ വാർത്ത ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ മയൂര നൃത്യ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ പുതിയൊരു ക്ലാസ് പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരി ടൗണിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ വരുന്ന ജാനുവരി 1 ന്യൂ ഇയറിൻ്റെ അന്നാണ് ഇനോഗ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും വരാനും സൗകര്യപ്പെടുന്ന ടൗണിൽ തന്നെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ ഡയറക്റ്റ് വന്ന് ജോയിൻ ചെയ്യേണ്ടവർക്കും സ്വാഗതം. മൂന്നാം ഭാഗത്തിൽ നമ്മൾ അടുത്ത കോർവേ ചെയ്യുന്നത് ഓരോ കണക്കുകളാണ്. അപ്പോൾ ഓരോ ലൈനായിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തക്ക ധിമി തക്ക തക്കിട്ട സങ്കീർണത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടവ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ട് കൈയും തൃപ്പത്താക്ക വെച്ച് നമ്മൾ നാറ്റടവ് 8ൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ്, കൈ മാത്രമാണ് ഡിഫറൻസ്. തക്ക ധിമ്മി ചെയ്തിട്ട് പിന്നെ തത്തിട്ട തക്ക തക്കിട്ട സമയത്തിൽ ചെയ്യുക. തക്ക തക്കിട്ട അങ്ങനെ വന്നു. അപ്പോൾ തക്ക ധിമ്മി തക്കര കിട്ട. ഇനി രണ്ട് തിശ്രമാണ്. അവിടെ നമ്മൾ തക്കിട്ട ധിക്കിട്ട ചെയ്യുമ്പോൾ തക്കിട്ട ധിക്കിട്ട റൈറ്റ് ലെഫ്റ്റ് ചെയ്യണം. അവിടെ നമ്മൾ കൈ കടക്കാമുഖത്തിന് മേളിലേക്ക് തക്കിട്ട ധിക്കിട്ട, രണ്ട് കൈയും കോണർ മുകളിലേക്ക് ഇങ്ങനെ ചെയ്യാണ്. അലപത്മം തക്കിട്ട ധിക്കിട്ട. ഇനി ഇവിടെ നിന്ന് തത്ത തജം തത്ത തജം തത്ത തജം തത്ത തജം, 4 തത്ത തജം സമത്തിൽ നമ്മൾ ചവിട്ടുകയാണ്. അത് ഈ കോർണർ ലെഫ്റ്റ് കോർണറിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നിന്ന് 1 2 തജം 1 2 തജം 1 2 തജം 1 2 തജം 4 പ്രാവശ്യം ആ കോർണറിലേക്ക് റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്ക് പോവുകയാണ്. അവിടെ കൈ കടക്കാമുഖം, ഇത് അലപത്മം റൈറ്റ്. തത്ത തജം തത്ത തജം തത്ത തജം തത്ത തജം അങ്ങനെ വന്നു. അപ്പോൾ തക്ക ധിമ്മി തക്ക തക്കിട്ട തക്കിട്ട ധിക്കിട്ട തത്ത തജം തത്ത തജം തത്ത തജം തത്ത തജം. ഇതാണ് കണക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ലൈൻ. ഇനി സെക്കൻഡ് ലൈൻ 6 ഖണ്ഡമാണ് ചെയ്യുന്നത്. തക്ക തക്കിട്ട 6 എണ്ണം ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ സർക്കിൾ അടവ് തക്ക തക്കിട്ടയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം അതെങ്ങനെ നോക്കാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട 4 എണ്ണം വന്നു. ഇനി 2 എണ്ണം തൃപ്പത്താക്ക വെച്ച് നമ്മൾ ഓരോ കൈകളായിട്ട് തക്ക തക്കിട്ട പറയുമ്പോൾ മേളിലേക്ക് പൊക്കുവാണ്. കാല് വന്നിട്ട് സർക്കിളിൻ്റെ സിമിലർ ആണ്. തക്ക തക്കിട്ട റൈറ്റ് കാല് ഫ്രണ്ടിൽ ലെഫ്റ്റ് ബാക്കിൽ ഇങ്ങനെ വന്നു. തക്ക തക്കിട്ട ലെഫ്റ്റിലേക്കും ചെയ്തു. അപ്പോൾ ടോട്ടൽ 6 തക്ക തക്കിട്ട വന്നു. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട അങ്ങനെ 6 തക്ക തക്കിട്ട. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 4 തക്കിട്ടയാണ് തിശ്രം. അത് നമ്മൾ നോർമലി നമ്മൾ ജതീശ്വരത്തിലൊക്കെ ചെയ്ത അതേ അടവ് താമ്രചൂടം വെച്ചിട്ട് റൈറ്റ് കോർണറിലേക്ക് തിരിഞ്ഞ് തക്കിട്ട ധിക്കിട്ട ധിക്കിട്ടണം കിട്ട 4 തക്കിട്ട ചെയ്തു. ഇതിന് ശേഷം ഈ കോർണറിലേക്ക് നമ്മുടെ ലെഫ്റ്റ് കോർണറിലേക്ക് തജം 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 2 പ്രാവശ്യമുണ്ട്. തജം 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 തജം. അതിന് നമ്മൾ 1 2 തജം മുന്നോട്ടേക്ക് തന്നെ ജമ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 2 തജം 1 2 തജം കാലം മുന്നോട്ടേക്ക് തന്നെ വയ്ക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ തജം 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 അങ്ങനെ കൈ ഇവിടെ നിന്ന് ഡയഗണൽ കടക്കാമുഖത്തിലേക്ക് വന്നു. ഇതാണ് തജം തജം തജം. ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നിടത്ത് നിന്ന് ബാക്കിലേക്ക് ജസ്റ്റ് ഒരു
ജംപ് 2 3 4. ജമ്പ് ചെയ്തിട്ട് 3 സ്റ്റെപ്പ് നടന്നു പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കൈയിനെ റൈറ്റ് ഹാൻഡ് മേളിലേക്ക് വന്നിട്ട് 1 2 3 4 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ തജം 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 1 2 3 4 എന്ന് വന്നു. ഇവിടെ നിന്ന് ഇനി അടുത്തത് നമ്മൾ തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു. ചതുരസ്രത്തിൽ ഒരു 3 തക്ക ധിമ്മി തക്ക ചെണ്ണു ചെയ്യുവാണ്. അവിടെ നമ്മൾ പക്ഷേ 1 2 3 തക്കിട്ടയാണ് ചതുരസ്രത്തിലേക്ക് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് നമ്മൾ കൈ ഇത് താമരച്ചൂടം വെച്ചിട്ട് തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് തേർഡ് വൺ തക്ക ധിമ്മി തക്ക ചെണ്ണു. അപ്പോൾ 3 ചെയ്തു. തക്ക ധിമ്മി തക്ക ചെണ്ണു ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു എന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തെയ്ഹാ തെയ്ഹി. തെയ്ഹാ തെയ്ഹി 2 സൈഡിലും ഡയഗണൽ ചെയ്യുവാണ്. അപ്പോൾ തെയ്ഹാ തെയ്ഹി തെയ്ഹാ തെയ്ഹി തക്കിട്ട. അപ്പോൾ തെയ്ഹാ തെയ്ഹി റൈറ്റ് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൈഹി നമ്മൾ സമത്തിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് തക്കിട്ട വിശ്രം ഒരു 4 പ്രാവശ്യം തക്കിട്ട വരുന്നുണ്ട്. ആ തക്കിട്ട പറയുമ്പോൾ അരമണ്ഡലത്തിൽ തക്കിട്ട ധിക്കിട്ട ധുംകിട്ട നംകിട്ട 2 സൈഡ് 1 2 3 2 3. ഇനി സമത്തിൽ 1 2 3 1 2 3. അത് സമത്തിലേക്കോ അരമണ്ഡലത്തിലേക്കോ വരാം ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കൈ തക്കിട്ട ധിക്കിട്ട ധുംകിട്ട നംകിട്ട. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു തൈ തൈ ധിവിതയാണ്. തൈ തൈ ധിതി തൈ എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് ലൈൻ തേർഡ് ലൈനും കൂടെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ഒരു ലൈനിലല്ല കറക്റ്റ് താളം അടവ് നിൽക്കുന്നത്. 2 ലൈനും കൂടെ ഒരുമിച്ചിട്ടാണ് ഫുൾ കണക്ക് ഇത്രയും ചെയ്യുന്നത്. അതാണ് ഞാൻ കണ്ടിന്യൂസ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്നുകൂടെ സെക്കൻഡ് ലൈനിൽ നിന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ഈ തക്ക ധിം തക്ക തക്കിട്ട തക്കിട്ട ധിക്കിട്ട തത്തത്തജം 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 ഇതുവരേക്കുമാണ് ചെയ്ത് നിർത്തിയത്. അവിടെ നമ്മൾ 6 ഖണ്ഡം പറഞ്ഞു. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട. പിന്നെ 4 തക്കിട്ട തക്കിട്ട ധിക്കിട്ട ധുംകിട്ട നംകിട്ട തജം 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 തക്ക ധിമ്മി. ബാക്കിലേക്ക് തക്ക ധിമ്മി എന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 1 2 3 1 2 3 എന്ന് തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു അരമണ്ഡലത്തിലും വന്നു. അതിനുശേഷം തെയ്ഹാ തെയ്ഹി 2 സൈഡിലും ചെയ്തു. തയ്യി ചെയ്തു. അതിനുശേഷം 4 തക്കിട്ട തക്കിട്ട ധിക്കിട്ട ധുംകിട്ട നംകിട്ട. അത് കഴിഞ്ഞാൽ തൈ തൈ ധിതിട്ട. നമുക്ക് ഇത്രയൊന്ന് ചേർത്ത് ചെയ്യാം. രണ്ടാമത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തക്ക തക്കിട്ട തരിക്കിട്ട തനംകിട്ട തജം 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 തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ചെണ്ണു തക്ക ധിമ്മി തക്ക ചെണ്ണു തക്ക ചെണ്ണു തെയ്ഹ തെയ്ഹി തെയ്ഹി തക്കിട്ട കിട്ട കിട്ട ധിക്കിട്ട തൈ തൈ ധിത്തി തൈ. ഇത്രയും വന്നു. ഇനി നമുക്കൊരു അറുതി പോലെ ഇതിനിവിടെ കഴിഞ്ഞു. ഇനി അടുത്ത അനുപല്ലവിയിലേക്ക് കിടക്കുവാണ്. അപ്പോൾ അതിന് മുൻപുള്ളൊരു അറുതി പോലെ ഒരു കണക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പോൾ തൈ തൈ ധിതിതയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് തജ്ജം തക്ക് തജ്ജം തക്ക് തജ്ജം ധിതി തൈ തജ്ജം ഇതാണ് കണക്ക്. അവിടെ നിന്ന് നമ്മൾ സമത്തിൽ കൈ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവിടെ തന്നെ തജ്ജം സമത്തിൽ തജ്ജം വെറുതെ ജമ്പ് ചെയ്യുവാണ്. ഇനി തക്കയ്ക്ക് നമ്മൾ ജസ്റ്റ് തക്ക് തജ്ജം തക്ക പറയുമ്പോൾ ഒന്ന് പുതിക്കുക. തക്ക് ജം തക്ക് തജ്ജം ധിതി തൈ തജ്ജം
എന്ന് വരും. തൈ തജം തൈ തജം, തക്ക തജ്ജം തക്ക തജ്ജം. പിന്നെ ഇവിടെ നിന്ന് ടേൺ തജ്ജം, ഈ കോർണറിലേക്ക് നിൽക്കുക. ഇതാണ് അടുത്ത മൂന്നാമത്തെ സെറ്റ് അടവ്. അപ്പോൾ ഈ 3 ഭാഗത്തോടു കൂടി നമ്മുടെ പല്ലവി ഒത്തിരി ഈ തില്ലാനയിലൊരു പ്രത്യേകതയാണ് പല്ലവി നമ്മൾ അധികം റിപ്പീറ്റേഷൻസ് ഉണ്ടാവും ഇതേപോലെ കോർവൈസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇതോടുകൂടി ആ പോർഷൻ തീരുവാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അനുപല്ലവി, പിന്നെ ഒരു ചെറിയ സാഹിത്യം വരും. അപ്പോൾ ഇവിടെ ഈ ദേശ് തില്ലാന, ലാൽഗുഡി സാറിൻ്റെ ഈ ദേശ് തില്ലാന മുരുകനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.